ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചമ്മീസ് വ്ളോഗ്. ഇന്നത്തേത് എനിക്ക് കുറച്ചധികം സ്പെഷ്യലായിട്ടുള്ളൊരു വ്ളോഗാണ്. കുറച്ചധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അനിയത്തി മാളും നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഓളെ പിക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. അബുദാബിക്കാണ് വരുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് നല്ലോണം ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇവിടെ മഴയായിരുന്നു. മഴ വന്ന എല്ലാ അവസ്ഥ അറിയാമല്ലോ, ഞാനൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം കാരണം പോകാൻ പറ്റില്ലേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അബുദാബിയിലും നല്ല മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഷാർജയിൽ മഴ കുറവായിരുന്നു. ഷാർജയിൽ നല്ല പൊതുവെ എല്ലായിടത്തും മഴ കുറവായിരുന്നു എന്ന് തോന്നുന്നു. ഇവിടെയൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് വെള്ളം കയറിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ മാളുവിന് ഇപ്പോൾ വെക്കേഷനാണ്. അപ്പോൾ ഒരു മാസത്തേക്കാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവളെ പിക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഞാനും മനോട്ടിനാണ് പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് മിതുവേട്ടൻ്റെ അവിടെ പോകണം. കാരണം നമ്മൾ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. വണ്ടി എടുക്കാൻ പോകണം. അതിനുശേഷം നമുക്ക് നേരെ അൽക്കൂസിലേക്ക് പോകണം, രതിവേട്ടൻ്റെ അടുത്തേക്ക്. കാരണം രതിവേട്ടൻ്റെ അച്ഛനമ്മയും കൂടി വരുന്നുണ്ട്, മുത്തപ്പനും മുത്തമ്മയും അവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയാണ് പിക്ക് ചെയ്യാൻ പോകുന്നത്, 2 വണ്ടിയിലേക്ക്. അൽക്കൂസിലേക്ക് പോയിട്ട് ആടുന്ന് കുറച്ച് മല്ലായിരിക്കും അബുദാബിക്ക് പോകുന്നത്. കാരണം ഫ്ലൈറ്റ് 11:45 ലാൻഡ് ആണ്. അപ്പോൾ നമുക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി, കുറേ ഇഷ്ടംപോലെ സമയം. അപ്പോൾ നമുക്ക് പോവാം. മനോട്ട റെഡിയാണ്. ഞാനും മനോട്ടിനാണ് വന്നത്. അമ്മു വരുന്നില്ല, അമ്മുവിന് ക്ലാസ് ഉണ്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് വരണം അത്ര. അതുകൊണ്ട് അമ്മുവില്ല, ഞാനും മനോട്ടിനാണ് പോകുന്നത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. ഭയങ്കര കാറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ടാക്സി നോക്കണം. നടന്നു പോലെ ദൂരമില്ല, പക്ഷെ നമുക്ക് ടാക്സി നോക്കാൻ തോന്നും. ഇപ്പം നമ്മൾ ഇതുണ്ട്, അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ട്രാഫിക് ഉണ്ട്. നടന്നു പോലെ ദൂരം ഇല്ല, നടക്കാനൊരു മടി. അതുകൊണ്ട് നമ്മൾ ടാക്സി ആക്കി. അപ്പോൾ ടാക്സിയിലാണുള്ളത്. എത്തി, അമ്പീരി അച്ഛൻ്റെ അടുത്ത് എത്തി. ഇനി നമ്മള് നേരെ എങ്ങോട്ടാണ്? അബുദാബി. എന്തിന്? അങ്ങനെ അമ്പീര അച്ചീരി അച്ഛനെയും അച്ഛമ്മേനെയും കൂടെ അങ്ങ് അബുദാബിക്ക് പോന്നു. അല്ല, പോവാ. ലെറ്റ്സ് ഗോ. ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നതാ. സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. അങ്ങനെ അമ്മ അബുദാബിയിലേക്ക് പോകുന്നുണ്ട്. നല്ല വിശപ്പുണ്ടായിരുന്നു. ഒരു ഷവർമ കഴിച്ചു. ഇപ്പൊ പോകുന്നുണ്ട്. ഞങ്ങൾ 2 വണ്ടികളിലും ഒരുമിച്ച് ആര് മുമ്പിലെത്തും എന്നുള്ളത് അതിലെത്തി കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളിനൊരു 56 മിനിറ്റിൽ അബുദാബിയിലേക്ക് എത്തും. ഒരു 11:23 എത്തും. ഫ്ലൈറ്റിൽ തന്നെ 11:45 11:45 ഫ്ലൈറ്റിലാണ്ടാണ്. നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തി. എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് വെറുതെ അവിടെ പാർക്കിങ്ങിന് ഫീ അടക്കാണ്ട് വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിനിപ്പോൾ എയർപോർട്ടിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി നമുക്ക് കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട്. അപ്പോഴേക്ക് തന്നെ മുത്തമ്മയും മുത്തപ്പനും മാളുമെല്ലാം എത്തിയിട്ടുണ്ടായിന്. അവർ നല്ലോണം ടയർഡായിട്ടുണ്ടായിന്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഒന്ന് കുറച്ച് വർത്താനെല്ലാം പറഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് വന്നു. എനിക്കൊന്ന് രാവിലെ ഒരു 3:30-4 മണിയായിരുന്നു റൂമിലെത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്